ഒരുപാട് ആളുകൾ സിമ്മ് പോർട്ട് ചെയ്തിട്ട് അവർ BSNL മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനികളും ചാർജ് കുത്തനെ കൂട്ടി. ഇനി റേറ്റ് കൂട്ടാത്ത ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ, അത് BSNL മാത്രമായിരുന്നു. ചെറിയ രീതിയിലുള്ള ചാർജ് വർധനയല്ല സംഭവിച്ചിട്ടുള്ളത്. 11 മുതൽ 24% വരെ നല്ല രീതിക്ക് ചാർജ് ഉയർത്തിയിട്ടുണ്ട്. ഈ ജിയോയുടെയും VIയുടെയും എയർടെലിന്റെയും കുത്തനെ കൂടിയതോടെ സിമ്മ് പോർട്ട് ചെയ്ത് BSNL ഒരുപാട് ആളുകളാണ് മാറിയിട്ടുള്ളത്. പോർട്ട് അടിച്ച് മാറാനും പുതിയ കണക്ഷൻ എടുക്കാനും ഒരേ ഒരു കാരണം മാത്രമാണ് BSNL. കസ്റ്റമർക്ക് ഒതുങ്ങുന്ന പ്ലാനുകളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ജിയോക്ക് 2Gയും 3Gയും 4Gയും 5Gയും ഉണ്ട്. എന്നാൽ BSNLന് 2G 4Gയും മാത്രമാണ് ഉള്ളത്. 5Gയിലേക്ക് ആയിട്ടില്ല. 5G സേവനം ഉടനെ ലഭ്യമാകും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇവരുടെ ഡാറ്റ പ്ലാനുകളൊന്ന് നമുക്ക് നോക്കാം. ജിയോയിൽ 1GB ഡാറ്റ 28 ഡേയ്സിന് 249 രൂപയാണുള്ളത്. എന്നാൽ BSNL 1GB ഡാറ്റ 28 ദിവസത്തിന് വെറും 108 രൂപ മാത്രമാണ്. ഏകദേശം 141 രൂപ ഡിഫറൻസിലാണ് ഉള്ളത്. അതേപോലെ 1.5GB ഡാറ്റയിലേക്ക് നോക്കുമ്പോൾ 249 രൂപയാണ് 28 ഡേയ്സിനുള്ളത്. എന്നാൽ 1.5GB 28 ദിവസത്തിന് വെറും 139 രൂപ, ഏകദേശം 110 രൂപ ഡിഫറൻസിലാണ് ഉള്ളത്. ചെറിയൊരു മാറ്റമല്ല, ഭയങ്കരമായിട്ടുള്ള മാറ്റം തന്നെ ഉള്ളത്. അതുപോലെ 2GBയിലേക്ക് നോക്കുമ്പോൾ 28 ഡേയ്സിന് 349 രൂപയാണ്. എന്നാൽ BSNL 198 രൂപയുള്ളൂ. അതും 151 രൂപ ഡിഫറൻസിലാണ് ഉള്ളത്. 1.5GB ഡാറ്റയ്ക്ക് 84 ദിവസം 799 രൂപയാണ് ജിയോയിൽ. എന്നാൽ 1.5GB 82 ദിവസമാണ് 485 പ്ലാനിൽ BSNL ഉള്ളത്. ഏകദേശം 300 ചില്ലാൻ രൂപയോളം ഡിഫറൻസ് ആണുള്ളത്. അതുപോലെ തന്നെ 2GB ഡാറ്റയ്ക്ക് 29 രൂപയാണ്. ഇവിടെ 2GB ഡാറ്റ 16 രൂപയാണ് ഉള്ളത്. BSNL 3G or 4G ആണ്. ജിയോ 2G 3G 4G 5G ഉണ്ട്, 7 ഉണ്ട്. എന്നിരുന്നാലും ബുദ്ധിമുട്ടുകളില്ലാതെ പലയിടത്തും നല്ല നെറ്റ്വർക്കുകൾ കിട്ടിക്കൊണ്ട് BSNL മുമ്പോട്ട് തന്നെയാണ്. എന്നാലും ബുദ്ധിമുട്ടുകളില്ലാതെ BSNL പലയിടങ്ങളിലായിട്ട് റേഞ്ചുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 4Gക്കായി 7000 ടവറുകൾ BSNL സ്ഥാപിച്ചിട്ടുണ്ട്. 1,00,000 സൈറ്റുകളിൽ 4G എത്തിക്കാനുള്ള കരാറുകളിലാണ് ഇപ്പോൾ രത്തൻ ടാറ്റ ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിലെ സർക്കിളുകളിൽ ഇപ്പോൾ 4G മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ പലയിടത്തും 4G ഇപ്പോൾ കിട്ടുന്നുണ്ട്. BSNL 4Gയിൽ നിന്നും അതിവേഗം 5Gയിലേക്ക് മാറാൻ കഴിയും. ടെലികോം രംഗങ്ങളിൽ BSNL ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ 5G ലഭ്യമാക്കിയേ മതിയാവും.